ഇന്ന് സാംസങ് S23 FE എന്ന് പറഞ്ഞ മോഡൽ ഫോണിൻ്റെ വീഡിയോ ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ക്യാമറ റിവ്യൂ എന്ന് പറയാൻ കാരണം ഫോട്ടോ ക്യാമറയിലേക്ക് അധികം പോണില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഏകദേശം 2 വർഷം മുന്നേ ഇറങ്ങിയ ഫോണാണ്. അതുകൊണ്ട് ഈ സമയത്ത്, അതായത് 2025 ഇതിൻ്റെ സിനിമാറ്റിക് ക്വാളിറ്റി, അതുപോലെ തന്നെ 2025 മറ്റുള്ള ഫോണുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ S23യുടെ ക്യാമറ എത്രത്തോളം ഗുണമുള്ള ക്യാമറയാണെന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച കുറച്ച് സിനിമാറ്റിക് വീഡിയോ ഷോർട്സ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കി നോക്കാം. നമ്മൾ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയത് ഏകദേശം രാവിലെ 6 മണിക്കായിരുന്നു. നല്ല കോടമഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത്തിരി വെളിച്ചവും കുറവുണ്ടായിരുന്നു. 4Kയിലും 8Kയിലുമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഈ ഫോണിൽ 4Kയിൽ മാക്സിമം 60 ഫ്രെയിം റേറ്റും 8Kയിൽ 24 ഫ്രെയിം റേറ്റിലുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. കൂടാതെ സൂപ്പർ സ്ലോ മോഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 960 ഫ്രെയിം റേറ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി HDയിലേക്ക് കുറയുന്നതാണ്. ഈ ബൈക്കിലിരിക്കുന്ന POV ഷോട്ടുകളെല്ലാം അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്താണ്. ഇതിൻ്റെ എല്ലാം ഫ്രെയിം റേറ്റ് 30ആണ്. അൾട്രാ വൈഡിൽ 60 ഫ്രെയിം റേറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായേനെ. പക്ഷേ ഇതിൽ 30 ഫ്രെയിം റേറ്റിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഫോണിൻ്റെ ക്യാമറ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് 4Kയിൽ 1x ഷൂട്ട് ചെയ്യാനാണ്. 1x 2x 3x പോകുമ്പോൾ ക്യാമറ ക്വാളിറ്റി വളരെ മോശമായിട്ട് വരുന്നുണ്ട്. 3x വരുമ്പോൾ വല്ലാതെ നോയ്സും ഗ്രെയിൻസും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഫോക്കസ് കൺഫ്യൂഷനും ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടി സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മാനുവലായിട്ട് എല്ലാ കാര്യങ്ങളും, ഷട്ടർ സ്പീഡ്, ISO, വൈറ്റ് ബാലൻസ്, നമുക്ക് വേണ്ട ഫോക്കസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 8Kയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ ഇച്ചിരി മോശമായിട്ടാണ് കാണിക്കുന്നത്. നടന്നുകൊണ്ടുള്ള ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ ഷേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് ഇങ്ങനെയായിരുന്നു. നമ്മൾ കളർ ഗ്രേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ആക്കിയത്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ DaVinci Resolve ആണ്. അതിലാണ് കളർ ഗ്രേഡിങ്ങും ചെയ്യാറ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഇനി ഞാൻ ഈ ഫോണിൻ്റെ പ്രൈസ് ആമസോണിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 48,000 രൂപകളുണ്ട്. ഇത്രയും പൈസ ചിലവാക്കി 2025 ഈ ഫോൺ വാങ്ങണമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഇത് വേണ്ടെന്നുള്ളതാണ്. ഈ ഫോണല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.